അടിപൊളി മാസ്റ്റേഴ്സ്. നല്ല അടിപൊളിയായിട്ട് സുന്ദരമായിട്ടാണല്ലോ കീബോർഡൊക്കെ വായിച്ചേ. ഇത് ആരാ പഠിപ്പിച്ചതെന്നെ ഇങ്ങനെ വായിക്കാൻ? അമ്മ. അമ്മയാണോ പഠിപ്പിച്ചതെന്നേ? ആ. വൈകിട്ട് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടോ ഇവിടെ? വന്നിട്ടുണ്ട്. നമുക്ക് അവരെ വിളിക്കട്ടെ സ്റ്റേജിലേക്ക്. വിളിക്കാം. ഓക്കെ, അച്ഛനും അമ്മയും ഒന്ന് ജോയിൻ ചെയ്യാവോ ഞങ്ങളോടൊപ്പം? അപ്പൊ വൈകിക്കുട്ടിയുടെ അച്ഛനും അമ്മയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. പേരൊന്ന് പറയാവോ? എൻ്റെ പേര് രമ്യ. എൻ്റെ പേര് പ്രവീൺ. പ്രവീൺ. ഓക്കെ, എന്ത് ചെയ്യുന്നു? പ്ലംബിങ്ങിന്റെ വർക്കാണ്. പ്ലംബിങ്ങിന്റെ വർക്കാണ്. അപ്പം വൈകിക്കുട്ടി ഇങ്ങനെയൊക്കെ പിയാനോ പ്ലേ ചെയ്യും എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഒരു 4 വയസ്സ് മുതലാണ് ഞങ്ങൾ വായിച്ചു തുടങ്ങിയത്. ഞങ്ങൾക്കൊരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 വയസ്സ് മുതലാണ് മോക്കെടുത്ത് കൊടുത്തത്. അപ്പോൾ ഒരു 3 ദിവസമായപ്പോൾ തന്നെ ജനഗണമന അത് വായിച്ചു തുടങ്ങി. ആ പാട്ട് ഞങ്ങൾ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് 3 ദിവസമായപ്പോൾ തന്നെ ആ പാട്ട് വായിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ ഇത് വായിക്കാനുള്ള കഴിവുണ്ടെന്ന്. അപ്പൊ ആദ്യം ചെറിയൊരു പിയാനോയിൽ നിന്നും തുടങ്ങി ഇപ്പൊ വലിയ പിയാനോ വരെ എത്തി. ഞങ്ങളിപ്പോ വാങ്ങിയതെടുത്ത്. അടിപൊളി, സന്തോഷായി. വൈകുട്ടിയെ എന്താ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതോ ഈ സൗണ്ടിന്റെ ഉടമ ഇങ്ങനെ അല്ലാന്ന് വിചാരിച്ചിട്ടാണോ ഓരോന്നും ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കുന്നേ? തന്നെ ആണ്. ഓക്കെ, അവിടെ വേറെ 3 പേരുണ്ട്. 3 പേര് ഹായ് പറഞ്ഞു. ഹലോ വൈകിക്കുട്ടി. ഹായ്. 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 നിങ്ങളുടെ സ്ഥലം എവിടെയാ? വെങ്ങാനൂർ. വെങ്ങാൻ. മോള് പഠിക്കുന്നുണ്ടോ? ഏത് ക്ലാസ്സിൽ? 2ാം ക്ലാസ്സിലാണ്. 2ാം ക്ലാസ്. സ്കൂൾ ഏതാ? ഗവൺമെന്റ് LPS നെല്ലിവിള. നെല്ലിവിളയിലാണ്. ഓക്കെ. വൈകിക്കുട്ടി എന്താ നന്നായിട്ട് പ്ലേ ചെയ്തു കേട്ടോ കീബോർഡ്. നല്ല പാട്ട് വായിച്ചു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും മോൾ ഇതുപോലെ ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്യണം കേട്ടോ. ഇതിലൊരു മിടുമിടുക്കിയായിട്ട് മാറണം. അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു പാട്ട് കൂടെ കേട്ടാലോ? വൈകുമ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ ഒന്ന് പ്ലേ ചെയ്ത് തരുമോ? ഒരു മ്യൂസിക്കും കൂടെ. റെഡി? ഓക്കെ, റെഡി. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കാം. Come on. ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ പാട്ടും. ബിബിൻ ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് പറയാനാണ്, ഇത് നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹം. കല കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് മോള് തന്നെ പഠിച്ചതാണെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞാലും ഇമോഷനായി പോകും. ഈ ലാസ്റ്റ് സോങ് ഭയങ്കര ഒരു ഇമോഷണലായി. എനിക്കിപ്പോൾ ഇവരെ രണ്ടുപേരെയും, അതായത് അച്ഛനമ്മയെ കുട്ടികളെ അവരെ കാണുമ്പോൾ എപ്പോഴും ഉണ്ട് ഷാവൻ ചേട്ടാ. നമ്മളിപ്പോൾ എന്നെയാണെങ്കിലും പക്രുച്ചെണ്ണയാണെങ്കിലും നമ്മളൊക്കെ സമൂഹത്തിൽ പറയുമ്പോൾ ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. ഞങ്ങളോടിപ്പോൾ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ നിനക്ക് വയ്യാത്ത കുട്ടിയാണ് അവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ അന്ന് തീർന്നു. പക്ഷേ ഇവരിപ്പോൾ ചെയ്ത പോലെ ആ 1 വയസ്സിൽ തന്നെ അവർ ആ ഗിഫ്റ്റ് കിട്ടി, അത് കൊടുത്തു. അവരത് പുതിയത് പഠിപ്പിക്കുന്നു. മാതാപിതാക്കളാണ് ഏറ്റവും വലിയ അതാണ് എനിക്ക് എൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്തും പറയാൻ പറ്റുള്ളത്. പഠിക്കുന്നുണ്ടോ ഇതില്? പഠിക്കുന്നുണ്ട്. നിങ്ങളെ ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കണം. ഇതൊരു സൂചനയല്ലേ ആദ്യം തൊട്ട് കാണിച്ചു തുടങ്ങിയത്. തീർച്ചയായിട്ടും മോളുടെ വഴി ഒരുപക്ഷെ സംഗീതത്തിന്റെ വഴിയായിരിക്കും. അപ്പോൾ അതിന് പരമാവധി നിങ്ങളാൽ കഴിയാവുന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക, എൻകറേജ് ചെയ്യുക. മികച്ച കലാകാരിയായിട്ട് മാറുമ്പോൾ. അതെ. വൈകുട്ടി
എന്തോ ഈ മാലയൊക്കെ ആരാ മേടിച്ചു തന്ന? അടിപൊളിയാണ് കേട്ടോ. ഉടുപ്പൊക്കെ തകർപ്പനാണ്. വെട്ടിത്തിളങ്ങുക അവിടെ വന്നിട്ട്. സുന്ദരിക്കുട്ടി കേട്ടോ. കേട്ട് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മ്യൂസിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല? അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഇല്ല, രണ്ടുപേരും വായിച്ചു. അതൊക്കെയാണ് ഈ പറയുന്ന പോലെ വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ കൂടെ അങ്ങ് നിന്ന് കൊടുക്കുക, അവളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഒപ്പം നിൽക്കുമെന്നറിയാം. എങ്കിലും പിന്നെ നമുക്കതൊക്കെ ചെയ്യാനുള്ളൂ. മനസ്സിലായില്ല? നമുക്കറിയാത്ത കാര്യങ്ങൾ ഇതെല്ലാം നോക്കുന്ന വേറെ ആരോ ഒരാളാണ്. നമ്മൾ ഇതിനൊപ്പം അങ്ങ് പോകാന്നുള്ളൂ. അല്ല, നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഈ ലോകത്തൊന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാം മേളിൽ ഇരിക്കുന്ന ഒരാൾ വിചാരിക്കണം. അപ്പോൾ ആ മേളിൽ ഇരിക്കുന്ന ആളുടെ വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ മകൾക്ക് കിട്ടിയിട്ടുണ്ട്, വൈകുട്ടിക്ക്. അപ്പം അവളുടെ ആവശ്യത്തിനെല്ലാം കൂടെ നിന്ന് ഒപ്പം നിന്ന് ഇതുപോലെ അങ്ങ് പോവുക. പിന്നെ ബാക്കി ദൈവം കൊണ്ടുപോയിക്കോളും കേട്ടോ. വൈകുട്ടി അടിപൊളിയാണ് കേട്ടോ. ഏറ്റവും അനുഗ്രഹപ്പെട്ട മാതാപിതാക്കൾക്കാണ് ഇങ്ങനെ കൊടുക്കുക, അല്ലേ? അതെ. പിന്നെ അതിനുള്ള എന്താണ് ക്ഷമയും കരുണയും ദൈവം അത്ര അനുഗ്രഹിച്ച മാതാപിതാക്കളാണ് നിങ്ങൾ. അത് ഉറപ്പാണ്. അപ്പോഴേ നമുക്ക് ഇത്രയും നല്ലൊരു പെർഫോമൻസ് തന്ന നമ്മുടെ ഈ വലിയ നക്ഷത്ര കുട്ടിക്ക് വൈകുട്ടിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് നക്ഷത്രങ്ങൾ കൊടുത്തു വിട്ടാലോ വീട്ടിലേക്ക്? കൊടുക്കണം. ചേട്ടാ എത്രയാണെന്നാ ഒന്ന് പറഞ്ഞേ. നല്ല രസമായിട്ട് കീബോർഡിൽ പാട്ട് വായിച്ചു തന്ന ഞങ്ങളുടെ സുന്ദരിക്കുട്ടിക്ക് ഞങ്ങൾ 3 പേരൂടെ തരുന്നു 4 സ്റ്റാർ. 4 stars ആണ് നൽകുന്നത്. ആൻഡ് ബിബിൻ ചേട്ടാ നമുക്ക് ആ 4 stars നൽകാം. ഓക്കെ, പ്ലീസ് ജോയിൻ us. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും ലഭിക്കുന്നു 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്ന ലേബൽ.